ഇന്നലെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് CE ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിന് നിങ്ങൾ ആരും തന്നെ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരും തന്നെ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഹോം പേജിനകത്ത് കയറി കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ അലോട്ട്മെന്റ് ലിസ്റ്റൂടെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വെബ്സൈറ്റിൽ കാണാനായിട്ട് പറ്റും. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൻ്റെ അതുപോലെ തന്നെ ഫാർമസിയുടെ അലോട്ട്മെന്റ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പം എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആപ്ലിക്കേഷൻ നമ്പറും റാങ്കും അതുപോലെ തന്നെ ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്, ഏത് കോഴ്സാണ് കിട്ടിയിരിക്കുന്നത്, സീറ്റ് ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് എവിടെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടാനായിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു PDF യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് BPharmൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് അകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി ഈ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിനകത്ത് കയറും. ആ ഒരു പേജിനകത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ അലോട്ട്മെന്റ് മെമ്മോയ്ക്കകത്ത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ റോൾ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് കിട്ടിയത്, ലഭിച്ച കാറ്റഗറി ഏതാണ്, ഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു അലോട്ട്മെന്റ് മെമ്മോയിൽ കാണും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസ് ആ അലോട്ട്മെന്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫീസ് ഈ വരുന്ന 13-ാം തീയതി ഓഗസ്റ്റ് 13-ാം തീയതി വൈകുന്നേരം 3 മണിക്കകത്തായിട്ട് അടയ്ക്കണം. അങ്ങനെ നിങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻസും അതുപോലെ തന്നെ കിട്ടിയ അലോട്ട്മെന്റും ഒക്കെ റദ്ദാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഫീസ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കത്തില്ല. അത് പ്രത്യേകം പറയുകയാണ്. ഇനി പറയാനുള്ളൊരു കാര്യം, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ളൊരു ഗവൺമെൻറ് കോളേജിലാണ്, എഞ്ചിനീയറിംഗ് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസിനോടൊപ്പം തന്നെ അലോട്ട്മെന്റ് മെമ്മോയിൽ ഓൾറെഡി ഒരു ഫീസ് പറഞ്ഞിരിക്കും. ആ ഒരു ഫീസിനോടൊപ്പം തന്നെ 1000 രൂപ കൂടി എക്സ്ട്രാ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി SC ST അതുപോലെ തന്നെ OEC വിഭാഗത്തിലുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 1000 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ഇങ്ങനെയുള്ള ഈ ഒരു വിദ്യാർത്ഥികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ അതുപോലെ തന്നെ ടോക്കൺ ഫീസ് എന്നിവ ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലേക്ക് വകയിരുത്തും. അവർ ഓൾറെഡി അടച്ച ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഇല്ലേ, ആ ഒരു ഫീസ് ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലേക്ക് വകയിരുത്തും. അതുകൊണ്ട് അവർ ഈ ഒരു എക്സ്ട്രാ 1000 രൂപ അടയ്ക്കേണ്ട, പക്ഷേ ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും ഈ ഒരു 1000 രൂപ അടയ്ക്കണം. ഇനി ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൻ്റെ കീഴിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചതെന്നുണ്ടെങ്കിൽ, ട്യൂഷൻ ഫീ വേവിയർ എന്നാണ് നിങ്ങൾക്കറിയാം. ഫീസ്, അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് AICTEൻ്റെ കീഴിലുള്ള കോളേജുകളിൽ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട്, ട്യൂഷൻ ഫീസ് പ്രത്യേകം പറയുകയാണ്, ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു സീറ്റിൽ, ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൻ്റെ സീറ്റിൽ പ്രവേശനം ഉറപ്പാക്കാനായിട്ട് ഒരു ടോക്കൺ ഫീസ് ആയിട്ട് 500 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ തുടർന്നും ഈ ഒരു സീറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്യൂഷൻ ഫീ വേവിയർ സീറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു 500 രൂപ തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.